അച്ഛാ ഇതെന്ത് ഗുളിക? അച്ഛൻ്റെ ഗുളിക. അച്ഛാ ദൈവം അച്ഛൻ റെഫറി കളിക്കാൻ നിൽക്കരുത്. ഞാൻ പറയാൻ പോകുന്ന കാര്യം ഇവിടെയുള്ളവരുടെ ഭാഗത്ത് നിന്ന് മാത്രം ചിന്തിക്കണം. എടാ, എന്ത് കാര്യമാണെങ്കിലും എനിക്ക് രണ്ടു കൂട്ടരുടെയും ഭാഗത്തു നിന്ന് ചിന്തിക്കാനേ നിവൃത്തിയുള്ളൂ. അച്ഛൻ ചെയ്തു വെച്ച കാര്യങ്ങൾക്ക് ഇവിടെയുള്ളവരും കൂടെ അനുഭവിക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? എടാ, അവർക്ക് നമ്മളല്ലാതെ വേറെ ആരുമില്ലടാ. നമ്മളും ഇല്ല. അത് പറയാൻ ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത്. പാർട്ടീഷൻ നടക്കുന്ന സമയത്ത് നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കാത്തിരുന്നാൽ ചിലപ്പോൾ മണ്ടത്തരാകും. അതുകൊണ്ട് ഇന്ന ആൾക്ക് ഇത്രയൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ കുടുംബത്തിലുള്ളവർക്ക് മാത്രമായിട്ട് അച്ഛൻ എല്ലാം വീതിച്ചു തരണം, ഒട്ടും വൈകാതെ. അവരവിടെ ഒരു വാടക വീട്ടിലടാ താമസിക്കുന്നത്. അവർക്ക് വേറെ ഒന്നും എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അച്ഛന് തോന്നുന്ന പോലെ ഒരു സഹതാപോ ഇന്നലെ കണ്ടവരോട് ഇവിടെയുള്ളവർക്ക് തോന്നുന്നില്ല. അച്ഛൻ അതൊന്നും മനസ്സിലാക്കുക. ആർഭാടത്തിന് വേണ്ടി അല്ലല്ലോ ജീവിക്കുന്നത്. ഓരോരുത്തർക്ക് അവരവരുടേതായ ആവശ്യങ്ങളുണ്ട്. ഇപ്പോൾ വഴിമുട്ടി നിൽക്കുന്നത് ഗോപനാണ്. ശാന്തിക്കുള്ളതും കൊടുക്കണ്ടേ? പിന്നെ ഇപ്പൊ ഒന്നും അറിയുന്നില്ലെങ്കിലും അരുണാവിന്റെ ജീവിതം ജീവിച്ചു തുടങ്ങുമ്പോൾ ചോദ്യമായിട്ട് വന്നാൽ ഞാനെന്ത് പറയും? നേർവഴിക്കുള്ള പോലെ കാര്യമായിരുന്നെങ്കിൽ ആരും ഒന്നും പറയില്ലായിരുന്നു. ഈ കേസ് അങ്ങനെയൊന്നും അല്ലല്ലോ. എടാ, നേർവഴിക്കല്ലാത്ത കാര്യം ചെയ്തത് ഞാൻ മാത്രമാണ്, അവരല്ല. അവർക്കായിട്ടൊന്നുമില്ലടാ. പാവം പിടിച്ചതാ ആ രണ്ടും. മാസാമാസം ഞാൻ അയച്ചു കൊടുക്കുന്നൊരു തുക കൊണ്ടാ അവിടുത്തെ കാര്യങ്ങൾ നടന്നു പോകുന്നത്. അജയന് നല്ലൊരു ജോലി ഉണ്ടായിരുന്നെങ്കിലും കുഴപ്പമില്ല. ഇതിപ്പോ അതല്ലല്ലോ അവിടുത്തെ അവസ്ഥ. ജോലിയാകുന്നവരെ ഒരു മുടക്കം കൂടാതെ ആ തുക ഞാൻ അയച്ചു കൊടുക്കാം. ₹6 ഞാൻ തരാം. എടാ, അത് പക്ഷെ ഒരു പരിഹാരം ആവുന്നില്ലല്ലോ. എന്താവാതിരിക്കും? അവൻ സമയമെടുത്ത് ശ്രമിച്ചോട്ടെ. നല്ലൊരു ജോലി കിട്ടുന്നവരെ ആ തുക ഞാൻ അയച്ചു കൊടുത്തേക്കാം. ഇനി നല്ലൊരു ജോലി തരപ്പെടുത്തി കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അതും നോക്കാം. അപ്പൊ അവർക്ക് അവിടെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കുകയും ചെയ്യും. ഇവിടെയുള്ളവർക്ക് മുഷിപ്പ് തോന്നുകയില്ല. എടാ, പക്ഷേ അത് മതി മതി അത് മതി അത് മതി. ആ മോനെ, നല്ലപോലെയൊക്കെ പഠിക്കണം കേട്ടോ. ബുക്ക് എന്തായാലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ഇതാ ഓഫാക്കിയത്. അത് നീ ഓൺ ചെയ്യാൻ മറന്നായിരിക്കും. ഈ കാശ് ഇവിടെ വെച്ചോ. ഇതേതാ കാശ്? ഇതാ രുക്മിണിയമ്മ തന്നാ, നിന്നെ ഏൽപ്പിക്കാൻ പറഞ്ഞു. എന്തിനു? അവരോട് നിൽക്കണല്ലേ, നമുക്ക് എന്റെ ചെലവുണ്ടാവുമല്ലോ. നാണമില്ല നിനക്ക് കാശ് മേടിക്കാനായിട്ട്? ഇവിടെ രണ്ടുപേർ കൂടുതൽ നിന്ന് വെച്ച് നമുക്ക് എന്ത് ചിലവ് കാര്യമായിട്ട് കൂടാൻ പോകുന്നു? അവരിവിടെ ഗസ്റ്റ് ആയിട്ട് വന്നൊന്നുമല്ല. അച്ഛനോരോന്ന് ഒപ്പിച്ച് വെച്ചു നേരത്തെ നീ വലിയ ബാലാട്ടം കളിക്കാൻ നിന്നാലേ ഉള്ളതെല്ലാം കൂടെ മൂടോടെ വിഴുന്നോണ്ട് പോവും. കിട്ടണത് വാങ്ങിച്ചു വെക്കാൻ നോക്കണേ. വാടാ, കട പോയിട്ട് വരാം. ഏട്ടാ, അമ്മേനോട് പറഞ്ഞിട്ട് വരാം. വേണ്ട, നീ മറ്റവനെ പോയി വിളിച്ചാൽ മതി. ചേട്ടാ, ഒരു 7 കിലോ പിടിച്ചോ. ചെറുതുള്ളൂ കേട്ടോ. അവസാനല്ലേ, 3 പിടിച്ചോ. എടാ, അവരെങ്ങനെയുണ്ട്? ആര്? എടാ, രുക്മിണിയമ്മ മോനും. അവര് കുഴപ്പമൊന്നുമില്ല ഏട്ടാ. നിങ്ങൾ ഡിസ്റ്റൻസ് ഇടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ശരി, മതി മതി. നമ്മൾ അവരോട് മോശമായിട്ടൊന്നും പെരുമാറിയിട്ടില്ലല്ലോ. അതില്ല. എടാ മോനെ, അച്ഛനെ കാണിച്ചതൊക്കെ നിനക്ക് സ്പോർട്സ് ആൻഡ് സ്പിരിറ്റിൽ എടുക്കാൻ പറ്റുമായിരിക്കും. ഇതിനൊക്കെ കൂടി നീയും അനുഭവിക്കേണ്ടി വരും കുറച്ച് കഴിഞ്ഞിട്ട്. കറിക്ക് മതി. പിന്നെ വേറൊരു കാര്യം, നീ ആ ചെക്കൻ്റെ അടുത്തെ കുറച്ച് തഞ്ചത്തിലൊക്കെ നിന്നാ മതി. അവനൊന്നും മനസ്സ് വെച്ചാ നമ്മുടെയൊക്കെ ഡപ്പി തെറിക്കാവുന്നേ ഉള്ളൂ. പക്ഷെ അവരൊക്കെ പാവങ്ങളാണ് ഏട്ടാ. എനിക്കങ്ങനെ ഉണ്ടോ തോന്നി? എന്ന് വെച്ച് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ അവിടെ കൊണ്ടുപോയി കൊട്ടണ്ട. മാങ്ങ തൊലി മറ്റുള്ളവർക്ക് വഴി ഉണ്ടാക്കി ഇപ്പൊ നമ്മൾ പരിപാടിയിലായിരിക്കും. ശശി ഏട്ടാ, നമ്മളാ അവരെന്താ വിളിക്കണ്ടേ? ആര്? ആ സ്ത്രീ കൊണ്ട് ഒരു തമ്മയെ. ശ്രീകണ്ഠാപുരത്തമ്മയോ? നീ ഇങ്ങനെ ഓരോന്നും വിളിച്ച് പ്രതീക്ഷിക്കാൻ നിൽക്കല്ലേ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേർക്ക് നേരെ കാണുമ്പോൾ പറഞ്ഞാൽ മതി. നമ്മുടെ അമ്മയൊന്നും സൈലന്റ് ആയതേ ഉള്ളൂ. ടെമ്പററി ഇരിക്കുക. വല്ല അമ്മിക്കൊണ്ടെടുത്ത് തലയിലിടും. ചേട്ടാ, എന്താ ഈ ചിക്കനൊക്കെ ആണല്ലോ? വീട്ടിലെ സിറ്റുവേഷൻ ഒക്കെ മാറി എല്ലാരും ഉഷാറായ? ചിക്കൻ മേടിക്കുന്നതിലൊക്കെ എന്ത് ഉഷാറാണ്. അല്ല, അച്ഛനിപ്പോ എങ്ങനെയുണ്ട്? അച്ഛന് ഭേദമുണ്ട്. ഞാൻ ഒരു ദിവസം കൊണ്ട് ഇറങ്ങണമെന്ന് വെച്ചിരിക്കായിരുന്നു. ഇറങ്ങണം. ഇറങ്ങാറുമ്പോ ഞാൻ അറിയിക്കാം. ഓടിച്ചാടി നടന്ന മനുഷ്യനല്ലേ ആള്. സൈഡായത് കൊണ്ട് ആൾക്കാരെ ഫേസ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ ആ ഡോക്ടർ ഒന്ന് മാറ്റി പിടിക്കുന്നത്. എടാ, ഞാനൊന്ന് പറഞ്ഞില്ലടാ, ആ ആശുപത്രിയുടെ പേരെന്തായിരുന്നു? ഏത്? പ്രാർത്ഥന മേടിച്ചിട്ടാ? ആ പ്രാർത്ഥന മേടിച്ചിട്ട് ഓർമ്മയുണ്ടല്ലേ? അതൊന്ന് നോക്ക് നിങ്ങള്. അതല്ലേ നല്ലത്. അപ്പൊ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. വിളിക്കണേ. ശരി.
മധുട്ടാ എന്താ നിങ്ങളെ ശശിയേട്ടനെ വിളിച്ചേ. എന്തിനു അയാളെ ചിക്കനൊക്കെ മേടിച്ച് വീട്ടിൽ പോയിട്ടുണ്ട്. ഹൈ ചിക്കൻ മേടിച്ചിന് എന്താണ്? എന്താന്നാ അയാളെ പറഞ്ഞ അയാളുടെ വീട്ടിലത്തെ അവസ്ഥയാണ് പ്രശ്നമാണെന്നൊക്കെ എനിക്ക് ഉറപ്പാണ് മധുട്ടാ. അയാളുടെ കുടുംബം ചേർന്ന് എന്തോ ടൈപ്പ് ഒപ്പിക്കുന്നുണ്ട്. എന്റെ പൊന്നു സുഭാഷേ, നിന്റെ ഈ തൊഴുത്തു കുത്തു സ്വഭാവം കൊണ്ട് ഇങ്ങോട്ട് വരാൻ നിൽക്കണട്ടാ. മതേട്ട അങ്ങനെയല്ല. പിന്നെ ഇതിലെന്തോ പന്തിയുടെ എനിക്ക് തോന്നുന്നുണ്ട്. എന്ത് ബന്ധിയാണ്? പൂജലെന്നല്ല ഒരു കാര്യത്തിൽ ആൾ കിട്ടാനില്ല, എല്ലാത്തിനും മുങ്ങിയിട്ടുണ്ട്. ആണോ? ഇവൻ പറഞ്ഞ പോലെ ആളെ വീട്ടിലെന്തെങ്കിലും നടത്തണോ എനിക്ക് അറിയില്ല. നടത്തുന്നുണ്ട്. അത് കൈയോടെ പൊക്കിയിട്ട് നിങ്ങളത് പറയാൻ വെച്ചിരിക്കായിരുന്നു. അല്ലെങ്കിൽ പറഞ്ഞ പോലെ എന്നെ തൊഴുത്തി കുത്തിയാക്കുമല്ലോ. ആ ചിലപ്പാക്കും. ആ ഇല്ല, ഇനി പ്രശ്നമില്ല. നിങ്ങൾ എൻ്റെ ഒപ്പം നിൽക്കാമെങ്കിൽ നമ്മളിത് ഇപ്പം പൊളിച്ചു. നിങ്ങൾ വിളിക്കുക ചേട്ടനെ. അല്ലെങ്കിൽ വേണ്ട പ്രസാദേ, നീ വിളിക്ക്. നീ വിളിച്ചിട്ട് പറ ആ പൂജയുടെ ഡേറ്റും ടൈമും കറക്റ്റ് കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് പറയാൻ പറ. ഒന്ന് വിളിച്ചേരാ. അമ്മോയ് ഹലോ. ആ ശശേട്ടാ. ആ പ്രസാദ് പറ. ആ ഒന്നുമില്ല. ഇന്ന് എത്ര മണിക്കാണ് അവിടെ വന്ന് പൂജ നടത്തേണ്ടതെന്ന് ചോദിക്കാൻ വിളിച്ചത്. ഇനി അവിടെ കൂടെ നടത്താൻ ബാക്കിയുള്ളൂ, അത് ഞാൻ ലിസ്റ്റ് കയറ്റാം. പ്രസാദ്, ഞാൻ മധുവേട്ടനോട് പറഞ്ഞിരുന്നു തൽക്കാലം എന്റെ കാര്യം നോക്കേണ്ടത്. ലിസ്റ്റ് കയറ്റിക്കോ, കാര്യങ്ങൾ മുന്നോട്ട് പോട്ടെ. അവിടെ നടത്തിയില്ലെങ്കിലും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് അറിയാം. പക്ഷെ അത് നിങ്ങളായിട്ട് തുടങ്ങി വെച്ചതാ. അതുകൊണ്ട് എന്താ അവിടെ നടത്താത്തതെന്ന് ഞങ്ങൾക്ക് അറിയണം. ഞാൻ അങ്ങോട്ട് വരാം, അവിടെ വന്ന് സംസാരിക്കാം. ആ വാ, പെട്ടെന്ന് വാ. ആഹാ ആ മാങ്ങ തൊലി. മധുവേട്ട, ഞാൻ നിങ്ങളോട് പലവട്ടം പറഞ്ഞു എന്റെ വീട്ടിലെ സാഹചര്യം നല്ലല്ല, അവിടെ ഇപ്പോൾ പൂജ നടത്താൻ പറ്റില്ല എന്ന്. സാഹചര്യം കുഴപ്പമുള്ള വീട്ടിലല്ലേ പൂജ നടത്തേണ്ടത്? ഇവൻ ഓരോന്നും പറയുന്നത് കേട്ടാണ് നിങ്ങൾ എന്റെ നേരെ കുതിര കയറുന്നതെന്ന് എനിക്കറിയാം. ഇവനിതൊന്നും പറഞ്ഞില്ലെങ്കിലും ഞങ്ങൾക്ക് ഇതൊക്കെ തന്നെ തോന്നുമായിരുന്നു. ഒരു സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ പറഞ്ഞ പോലെ ഒരു കാര്യങ്ങൾ ചെയ്ത് വെച്ചിട്ട് അവസാനം നിങ്ങൾ കൂട്ടാതെ അത് മര്യാദയായി തോന്നുന്നുണ്ടോ? എടാ നിന്നോ, ഇയാളുടെ അച്ഛൻ ഡിസ്ചാർജ് ആയി വീട്ടിലെത്തിയതിനു ശേഷം ഒരു മനുഷ്യനെ വീട്ടിലോട് അടുപ്പിച്ചിട്ടില്ല. അതെന്താന്ന് നോക്കി. എടാ എന്റെ വീട്ടിൽ അങ്ങനെ പലതും നടക്കുന്നുണ്ടായിരിക്കും. അത് നിന്നോട് ഇവിടെയുള്ള ആൾക്കാരോട് പറയേണ്ട കാര്യം എനിക്കില്ല, മനസ്സിലായോ? എടാ നീ വെറുതെ അവന്റെ മെക്കിട്ട് കയറാതെ. ഞങ്ങൾ പറഞ്ഞാൽ എന്തെങ്കിലും കാര്യം ഉണ്ടെന്ന് നീ നിൽക്കി. കാശുണ്ടാക്കാനല്ലേ ഇതൊക്കെ തുടങ്ങി വെച്ചത്? എന്നാ പൈസ മാത്രമല്ല, ഈ പൂജ നിങ്ങളുടെ ഐഡിയ ആണ്. എന്ന് വെച്ച് നിങ്ങൾ പറഞ്ഞ പോലെ ഓരോരുത്തർ വീട്ടിൽ ഓരോന്ന് ചെയ്യിപ്പിച്ചിട്ട് നിങ്ങൾ തന്നെ പൊങ്ങുമ്പോൾ ഞങ്ങൾക്ക് നല്ല ഡൗട്ട് ഉണ്ട്. ഇതുപോലെ റിവേഴ്സ് ചെയ്യുന്ന സാധനം വല്ലതാണോ എന്ന്. എന്തോന്ന് റിവേഴ്സ്? പിന്നെ നീ മാത്രം എന്തിനാ ഇതിന്ന് മാറിക്കണത്? ആ അങ്ങനെ സെക്രട്ടറിക്ക് അടുപ്പിലാവുന്ന ഏർപ്പാട് ഇവിടെ നടക്കില്ല. നിനക്ക് ഇത് എന്തിന്റെ ക്ഷമയാണ് നാളെ? ഞാൻ കുറെ നാളായിരുന്നു തുടങ്ങിയിട്ട്. നാട്ടിൽ ഒരു കുടുംബത്തിനെ പറഞ്ഞു. എടാ എന്താണ് ഈ കാണിക്കണത്? നാശം പിടിക്കാനായിട്ട് ഞാൻ എന്റെ സ്ഥാനം ഒഴിഞ്ഞേക്കാം. എന്റെ വഴിക്ക് വിട്ടേ. കണ്ട അപ്പോഴവൻ അവന്റെ വീട്ടിലോടത്തിന് കയറത്തില്ല. നീ എന്താ തേങ്ങയുടെ അവിടെ പുഴുങ്ങി വെച്ചേക്കണേ? എടാ ഞാൻ അതോട്ടാ, ഇനി ഞാൻ ഇവിടെ ശരിയാവില്ല. ഈ കമ്മിറ്റി ആയിട്ടുള്ള ഒരിടപാടും ഇനി എനിക്കില്ല. ഇനി ഈ കാര്യം പറഞ്ഞ് എന്റെ പടി ആരെങ്കിലും ചവിട്ടി ആ ചവിട്ടി അവന്റെ മുട്ടാലിയെ തല്ലി കൊടുക്കും. ഓ കാണാം. എന്താണ് ഞാൻ എന്റെ വീട്ടിലേക്കില്ല. എടാ എന്നെ ഒന്ന് പുറത്തോട്ട് ഇറക്കാവോ? ഇതിനകത്തിരുന്ന് മോരടിച്ചു. നിങ്ങൾ പുറത്തിറങ്ങി കാണിച്ചു കൂട്ടിയാനൊക്കെ ഞങ്ങൾ ഇവിടെ അനുഭവിച്ചോണ്ടിരിക്കുന്നത്. ഇനിയുള്ള കാലം നിങ്ങൾക്കൊന്നും അറിയണ്ട. ഇതിന്റെ അത് ചില്ലായിട്ട് ഇരുന്നാൽ മതിയല്ലോ. ഭാരം മുഴുവൻ ഞങ്ങളുടെ തലയിലും. ആൾക്കാരൊക്കെ ഞങ്ങൾ നോക്കി ചിരിക്കുമ്പോൾ പേടിയാവുക. വെറുതെ ഇരിക്കുന്നതാണോ അതുപോലെ അറിഞ്ഞിട്ട് ഇരിക്കണാണോ ഓർത്ത്. പിന്നെ ഓരോരുത്തന്മാരുടെ ചോദ്യങ്ങളും സംശയങ്ങളും ഇതൊക്കെ കൂടെ വൈകാതെ പൊട്ടിത്തെറിക്കുന്നുള്ള ഉറപ്പാ. അധികം താങ്ങാനുള്ള ത്രാണിയില്ലാത്തതുകൊണ്ട് ചോദിക്കുക, ഇനി നിങ്ങളുടെ കയ്യിൽ പൊട്ടിക്കാൻ ബോംബ് പോലും ബാക്കിയുണ്ടോ? ഇത് അവിടുത്തെ സ്റ്റൈലാണോ? അയ്യ അല്ലല്ല, എൻ്റെ അച്ഛന് കോൺട്രാക്ട് പണിയായിരുന്നല്ലോ. അപ്പം അങ്ങനെ കുറേ സ്ഥലത്ത് നിന്നിട്ടുണ്ട്. ആ ഓട്ടത്തിൽ ഞാൻ പഠിച്ചെടുത്ത. പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഇതൊക്കെ ഒന്ന് പൊടിയെട്ടിയെടുത്ത് പിന്നെ സ്ഥിരാക്കി. മൂപ്പരീൻ്റെ ആളാ. ഏതിൻ്റെ ആള്? ഈ സ്റ്റൈല് ചിക്കൻ കറീൻ്റെ. ഏത് മൂപ്പരുടെ കാര്യ പറയണേ? ഭരത മൂപ്പര് എൻ്റെ അച്ഛൻ. ഭരതമൂപ്പർക്ക് ചിക്കൻ കറി വലിയ ഇഷ്ടമല്ലേ? പിന്നെ കഴിഞ്ഞ 19 വർഷമായിട്ട് കഴിക്കുന്ന കാര്യത്തിൽ വരെ കള്ളത്തരം പറഞ്ഞുകൊണ്ടിരുന്നു ഇല്ലേ? അത് പിന്നെ സരസ്വതി, ഞാൻ പണ്ട് ഇവിടെ എങ്ങനെയായിരുന്നോ അതേപോലെ അങ്ങ് മെയിൻറ്റെയിൻ ചെയ്തെന്നേ ഉള്ളൂ. അയ്യോടാ, എന്തോ വലിയ ത്യാഗം ചെയ്ത പോലാണല്ലോ സംസാരിക്കുന്നേ. അന്വേഷിച്ചു പോയാൽ ഇനി എന്തൊക്കെ കിട്ടും? അത് ഇന്നാ കഴിച്ചോ? ഇതിന് പൂച്ചയ്ക്ക് പെട്ടിക്കൊന്നും ഇട്ട് കൊടുക്കാൻ നിൽക്കണ്ട. ഇതിലാരും ഒന്നും കലർത്തിയിട്ടുമില്ല. എല്ലാരെയും പറ്റിച്ചു നടന്ന നിങ്ങളും. എന്നിട്ട് നിങ്ങൾക്ക് സംശയം ഞങ്ങളെ. നിങ്ങളുടെ മനസ്സിലുള്ള വിഷമൊന്നും ഇവിടെ ആർക്കും ഇല്ലടോ.